ഈ ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. ഏത് വീണ എവിടത്തെ വീണ ഇപ്പൊ വീണാന്ന് കേട്ട് കഴിഞ്ഞാല് സ്കിപ്പ് സ്കിപ്പ് സ്കിപ്പ്. നമസ്കാരം, കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് താഴെ, ആ ഹൈപ്പിലൊന്ന് പ്രസ് ചെയ്തേക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു രേണു. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് എടുക്കാം. ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അവിടെ വീടിന്. അപ്പൊ ആ ചോർച്ചയൊക്കെ മാറ്റി കൊടുത്തു. അപ്പൊ ഫിറോസിനും KHD അവരുടെ സംഘടനയ്ക്കും എല്ലാം നന്ദി പറയുന്നുണ്ട്. ഈ നന്ദി പറയുന്നതിന്റെ ഇടയിൽ കൂടി വേറൊരു വഴി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവര് അന്ന് ആ ഷീറ്റ് മാറുന്ന സമയത്ത്, ഈ ചോറുമുണ്ട് എന്ന് പറയുന്ന റൂമിന്റെ ഷീറ്റ് മാറുന്ന സമയത്ത് അവരൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊരിക്കലും ആ വീടിന്റെ ഒരു കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല, വൃത്തിയോടും പറഞ്ഞിട്ടില്ല, വൃത്തിയോടമായിട്ട് കിടക്കുന്നത് ഒന്നും. അവര് അവരുടെ വർക്കാണ് ചെയ്തത്. ആ വർക്ക് ചെയ്തതിനു ശേഷം അവർ ആ വീഡിയോ എടുത്തു. എന്നുവെച്ചാൽ ഇതാണ് ഇത് സംഭവം, അപ്പൊ അതിന് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന വീഡിയോയും അവർ കാണിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന വീഡിയോയും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് നേരെ ഉൾട്ട എടുത്ത് ഒരു പ്രശ്നമാക്കാൻ നോക്കി. എന്ന് വെച്ചാൽ അലിഗേഷൻസ് അതിനകത്ത് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി, പക്ഷെ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ രേണുസുധിയുടെ വീടിൽ ചോർച്ച, വീഡിയോയിൽ ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റും ഒക്കെ ഇടും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ അതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് അതിന് അലിഗേഷൻസിനുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണമല്ലോ. അപ്പൊ അവർക്ക് നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ അവർക്കെതിരെ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് ഞാൻ അവിടെ വീട്ടിലെ സംവിധാനം എടുത്ത് ആരെങ്കിലും വന്നു വീട്ടിൽ ആരെങ്കിലും അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കരുതിയല്ല എടുത്തത്. അവരുടെ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രയും വിഷയങ്ങളായിരുന്നു അന്ന്. ആ വിഷയത്തിന് വേണ്ടി ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിൽ കാണിക്കണമല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ട് ഉണ്ടെന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ തീർത്തിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു അത് തീർത്തു കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവരെ ചെയ്തത്. പക്ഷെ അത് നേരെ ഉൾട്ടടിക്കാനാണ് ശ്രമിച്ചത്. അത് ചീറ്റിപ്പോയി. എന്തായാലും താങ്ക് യു സോ മച്ച് KHDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു. ഒരുപാട് നന്ദി. അതല്ലെങ്കിൽ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടേ ഇതൊക്കെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് പിന്നെ വന്ന് നിസ്സാരമായിട്ട് അവർ ചെയ്തു തരുന്നു. എന്തുകൊണ്ടായിരിക്കും അവരുടെ തോന്നല, അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു സമയം. നമുക്ക് പൈസ ഒക്കെ കുറേ കഴിയുമ്പോൾ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ, അപ്പം നമ്മളൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്. കയ്യിൽ കാശൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോ അവർ ചെയ്തു തന്നല്ലോ, വളരെ വളരെ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അതിനെ പുറകെ ഒന്നും ആരും പോകുന്നില്ല. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഫിറോസ് അത് മടക്കി വെച്ച കാര്യമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിറോസ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനിരിക്കുകയാണ്. ഈ ന്യൂസ് വരുന്നതിന് മുമ്പേ ഒരു 4-5 ദിവസം മുന്നേ ഞാൻ ഈ സംഭവം അറിഞ്ഞതാണ്. എന്നുവെച്ചാൽ ഫിറോസ് ഇവർക്കെതിരെ മാനനഷ്ട കേസ്, ഈ രേഷ്മയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ളത്. പക്ഷെ അത് പെട്ടെന്ന് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് അത് കൊടുക്കുമെന്ന് അറിഞ്ഞില്ല. ഞാനിപ്പോ അറിയുന്ന ന്യൂസ് വെച്ചിട്ട് കൊടുത്തു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ എങ്ങാണ്ട് കെട്ടിവെക്കണം. 1 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം അവരുടെ ഒരു വലിയൊരു അവരുടെ കമ്പനിയായിരുന്നു. ആ കമ്പനിയെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അത്രയ്ക്കൊന്നും വലിയ അങ്ങനെ ചെയ്യാനുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാഹചര്യം ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നായിരിക്കാം. എന്തായാലും മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിറോസും മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സുധീയുടെ രണ്ടാമത്തെ ഭാര്യയായ വീണയും കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാം. എന്തായാലും ഇപ്പൊ കേസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും നല്ല സമയമാണ്. ചെറിയൊരു വിഷയത്തിൽ തുടങ്ങി സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാവ് കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥ. ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നുണ്ട്. ബിഗ് ബോസിൽ പോയി അവിടെ നിന്ന് വല്ല പൈസയും കിട്ടാൻ മിക്കവാറും മാനനഷ്ട കേസിനൊക്കെ ചെലവാക്കാനും അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കാണത്തുള്ളൂ. അത് പിന്നെ അത്രയും കാണുമെന്ന് അറിയത്തില്ല. ഈ ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. അതാണ് ആ വീടിന്റെ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു വീടിന്റെ ദോഷം കാണിച്ചു തന്നെ. വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിക്കണ്ടേ. അവിടെ ആരാ വീഡിയോ എടുത്തതൊന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ വരുന്നത് ആരാണെന്ന് അറിയുന്നില്ല, പോകുന്നത് ആരാണെന്ന് അറിയത്തില്ല. അപ്പൊ ഈ വീട് തുറന്നു കൊടുത്തത് ആരാ? ഇവർക്ക് ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഈ വീട് തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്താലല്ലേ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടെ ആരും ഇല്ലായിരുന്നോ? വീട്ടിൽ തുറന്നു കൊടുക്കാമെങ്കിൽ അച്ഛൻ കാണുമായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ അനുസരിച്ച് അച്ഛനും അമ്മയും ആരെങ്കിലും കാണുമല്ലോ, അവർ കൂടെ കാണുമല്ലോ. അപ്പൊ അവർ തുറന്നു കൊടുക്കാൻ എന്തായാലും വീട്ടിനകത്ത് കയറത്തില്ല. പിന്നെ എന്നോട് പറഞ്ഞിട്ട് വേണ്ട ഈ വീഡിയോ എടുക്കാനൊക്കെ. പക്ഷെ അവരതൊന്നും ഉദ്ദേശമുണ്ടല്ലോ വീഡിയോ എടുത്തെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതൊരു അലിഗേഷൻസ് ആയിട്ടൊക്കെ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ആരും അതൊന്നും ഏറ്റെടുത്തില്ല. ഇതൊന്നും ഏട്ടനില്ലല്ലോ, ഏട്ടൻ മരിച്ചു പോലെ. ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ നേരത്തെ ഇതിപ്പോൾ ഞാനല്ലോ കല്യാണം കഴിച്ചത്, സുചേട്ടനല്ലേ കല്യാണം കഴിച്ചത്. ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പറയാനുള്ളതല്ലേ പറഞ്ഞു. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ പറയാം. സുചേട്ടന്റെ രണ്ടാം ഭാര്യയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വീണയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ആ വീണയെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി പറയാനേ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്ന്.
ഒന്ന് സംസാരിച്ചതിന്റെയാണ് ഇത്രയും കേടായിട്ടിരിക്കുന്നത്. ഇനി ഒന്നും കൂടെ സംസാരിച്ചാൽ ചിലപ്പോൾ വീണ ബാക്കിയുള്ളതും കൂടെ എടുത്ത് വെളിയിലിടുന്നു വിചാരിച്ചിട്ടായിരിക്കാം. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, ആ വിഷയത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നേ ഇല്ലെന്നാണ് ഇതിനകത്ത് പറയുന്നത്. സ്കിപ്പ് ചെയ്തു ഞാൻ, അത് മാത്രം പ്രതിപാദിക്കുന്നില്ല. എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കേണ്ട കാര്യമില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. എന്തോ പറയുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്തിരിക്കുന്നു ആ ഒരു സബ്ജക്റ്റ്. താല്പര്യമില്ല. ആ സബ്ജക്ട് അങ്ങ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അറിയാം ഇനിയും പലയിടങ്ങളിലെ പല സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വെളിയിൽ വന്നേക്കും. എന്തെങ്കിലും ഭാവം ഈ രേഷ്മ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ അതിനകത്ത് കിട്ടും. എന്നുവെച്ചാൽ എന്തെങ്കിലും പറയും വീണയെ കുറിച്ചൊന്ന് രേഷ്മയ്ക്ക് തന്നെ അറിയാം, വായിന്ന് വീഴുമെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ അതിന്റെ ബാലൻസ് കൊണ്ടുവരും. ഇങ്ങനെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് പോലെ ആയിരിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് വേണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ വെളിവരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇത് രണ്ടും ഉണ്ട് അതിനകത്ത്. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റി വന്നിട്ട്. കാരണം ജീവനോടുള്ളപ്പോഴത്തേന് ആ വന്നിട്ട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിലൊക്കെയാണ് ഇപ്പൊ ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട്. എന്നുവെച്ചാൽ ആദ്യമൊക്കെ പറഞ്ഞത് എന്താ, വീണയെ അറിയത്തേ ഇല്ല. വീണ ഏത് വീണ, എവിടത്തെ വീണ? ഇപ്പൊ വീണാന്ന് കേട്ട് കഴിഞ്ഞാല് സ്കിപ്പ് 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 എന്നാണ് പറയുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പണ്ട് ഒരു ചൊല്ലുണ്ട്, മാളിക മുകളിൽ ഏറിയ മന്നന്റെ മാറിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നൊരു ചൊല്ലുണ്ട്. ഒരു സമയത്ത് കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ വരെ നല്ല വീഡിയോസിലും ന്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് പോസിറ്റീവായിട്ട് തന്നെ. അപ്പോഴും അവരെ സപ്പോർട്ട്, ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരാഴ്ച കാലയളവിൽ ഈ ഒരു ഇഷ്യൂസിന് ശേഷമുള്ള ആ സമയങ്ങളിൽ ഒരുപാട് ഫാൻ ബേസ് താഴോട്ട് പോയി. ഇപ്പൊ അവരുടെ വീഡിയോ കാണാൻ നമ്മളെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ഈ പുതിയതായിട്ട് ഈ ഒരാഴ്ചക്കിടയിൽ ഇറങ്ങിയ വീഡിയോസ് ഒക്കെ, ഈ രേഷ്മയെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. അത് ഉദ്ദേശിക്കുന്ന വ്യൂസ് ഒന്നും ഇല്ല അതിന്. എന്റെ വീഡിയോസ് ഒക്കെ 1 മില്യൺ വ്യൂസ്, 2 മില്യൺ വ്യൂസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ല, എല്ലാം താഴോട്ട്. എന്താ വെച്ചാൽ കേരളത്തിലെ ജനങ്ങള് നമുക്കങ്ങനെ കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് അവര് ചിന്തിക്കും. അതിപ്പോ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ സപ്പോർട്ട് ചെയ്യാത്തവരായിക്കോട്ടെ, അവര് ആലോചിക്കും. പലരും പറയുന്നുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും കാരണം കാണും എന്ന് പറഞ്ഞാൽ അവര് വീഡിയോസ് എല്ലാം കാണും. പൊരുത്തക്കേടുകളൊക്കെ മനസ്സിലാവും. അങ്ങനെ പൊരുത്തക്കേട് മനസ്സിലാകുമ്പോൾ അവർക്ക് പിന്നെ കമന്റ് ഇടാനൊന്നും തോന്നത്തില്ല, കാണാനും തോന്നത്തില്ല. ഇപ്പൊ ഏകദേശം ആ തീരുമാനത്തിലൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രേഷ്മയുടെ വീഡിയോസിനൊക്കെ ഇപ്പൊ നല്ല വ്യൂസും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും 2 ഭാഗങ്ങളുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും എല്ലാത്തിനും 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ ന്യായീകരിക്കാൻ ഒരു വിഭാഗം കാണും, ന്യായീകരിക്കാതിരിക്കാൻ ഒരു വിഭാഗം കാണും, കുറ്റപ്പെടുത്താൻ ഒരു വിഭാഗം കാണും. അപ്പൊ അത് എല്ലാത്തിലും ഉള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ഞാൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് കേൾക്കാൻ, ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിക്കാൻ കുറെ പേര് എനിക്കുണ്ടെന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു ഇത്രയും ദിവസം മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ തന്നെ കാണുന്നുണ്ട് പല വീഡിയോസ്, ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കമന്റുകളും ഞാൻ നേരത്തെ കാണുമായിരുന്നു. ഒരുപാട് കമന്റുകളാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കമന്റുകളൊന്നും കാണുന്നില്ല. കുറെ പേരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അവര് ന്യായമായ രീതിയിൽ കമന്റ് ഇട്ടിട്ട് അവർ മുങ്ങുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനെയാണ് ഫാൻ ബേസ് പറയുന്നത്. അപ്പൊ അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ ബിഗ് ബോസിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ മാനനഷ്ട കേസൊക്കെ ഈ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് പറയാനുള്ളത്, ഈ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കൊടുക്കും എന്നാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കൊടുക്കാൻ പോകുന്നവരോടായിക്കോട്ടെ കൊടുത്തവരായിട്ടെ ഒരു കാര്യം പറയുന്നത്, ഇവരെ ബിഗ് ബോസിൽ വിടാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത്. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടത് ബിഗ് ബോസിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എത്ര പ്ലാൻ ചെയ്ത്, എത്ര മനസ്സിൽ, എത്ര ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെ പോയത്, ബിഗ് ബോസിൽ പോയവരോടൊക്കെ ചോദിച്ചാൽ അനുഭവം അറിയാം. എന്ന് വെച്ചാൽ എത്ര മാത്രം നമ്മള് ഞാൻ ഇങ്ങനെ പറയത്തില്ല, ഞാൻ അങ്ങനെ പറയത്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ പോയി 2-3 ദിവസം കഴിയുമ്പോൾ മുതൽ അവര് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. മുന്നോട്ട് പോകും തോറും പല കാര്യങ്ങളും വെളിയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ അകത്തോട്ടൊന്ന് വിടണം. ബിഗ് ബോസിൽ പോകണം എന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ബിഗ് ബോസിൽ പോകണം. അപ്പൊ നമുക്കറിയാൻ പറ്റുമല്ലോ, അവിടുത്തെ കളികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, യഥാർത്ഥ സ്വഭാവം റിവീലാവും. ഒരു കാരണവശാലും അത് അഭിനയിക്കാൻ പറ്റത്തില്ല. അഭിനയിക്കുവാണെങ്കിൽ തന്നെ കൂടി വന്നാൽ 2 ദിവസം, അതിൽ കൂടുതലൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാം വെളിച്ചാടും. തനി സ്വഭാവമൊക്കെ വെളി വരും പലരുടെയും. ഇതിന് വലിയ ആൾക്കാർ പോയിട്ട് അവിടെ മുക്കറി ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഈ രേഷ്മയുടെ ഫാൻസ് ഒക്കെ വന്ന് താഴെ കമന്റ് ചെയ്യാറുണ്ട്, വേറെ പണിയൊന്നും ഇല്ല, വേറെ പണിക്ക് പോരുന്നൊക്കെ. വേറെ പണിയൊക്കെ ഉണ്ട്, ആ പണിയുടെ കൂട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്.
സമൂഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. എനിക്ക് സൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് സൂട്ടബിൾ അല്ല, വേറെ എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ഞാൻ റിയാക്ട് ചെയ്യും കേട്ടാ. അതുപോലെ നിങ്ങൾ എനിക്ക് ജോലിയൊന്നും വാങ്ങിച്ചു തരണ്ട, എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്. അപ്പൊ കമന്റ് ഇടുന്നത് തുറന്നു, നിങ്ങൾ കമന്റ് ഇടുന്നത് തുറന്നോളൂ, എനിക്ക് യാതൊരു വിഷയമില്ല. നിങ്ങൾ എന്ത് വേണം പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ചിലരുടെ കമന്റുകൾ ഞാനിപ്പോ കമന്റ് പറയുന്ന പോലെ വേണു പറഞ്ഞ പോലെ നിങ്ങളാണെങ്കിൽ കമന്റ് ഞാൻ കാണാറില്ല, ഞാൻ കമന്റ് നോക്കാറേ ഇല്ല എന്നല്ല, ഞാൻ കമന്റ് കാണാറുണ്ട്, കമന്റ് നോക്കാറുണ്ട്. രേണു പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവാന്ന് തന്നെ പറയും, രേണു നെഗറ്റീവാണ് പറയുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവാന്ന് തന്നെ പറയും. അല്ലാതെ നിങ്ങളുടെ ഒക്കെ കമന്റ് മേടിച്ചിട്ടൊന്നും നെഗറ്റീവ് പറയും. ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞാൽ അതിനെ പോസിറ്റീവ് ആക്കാനൊന്നും നമ്മളെ കിട്ടത്തില്ല. അതുപോലെ ബിഗ് ബോസിൽ പോയാൽ തന്നെ ബിഗ് ബോസിൽ നല്ല കളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഗെയിമർ ആണെന്ന് പറയും. അതല്ല മോശമായിട്ട് കളിക്കുന്നെങ്കിൽ നമ്മൾ മോശമായെന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. 3 വർഷത്തോളമായിട്ട് നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ചാനലാണിത്. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ കമന്റ് ഇടുന്നവരെ തുടങ്ങിക്കോ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. എന്തായാലും നിങ്ങൾ ആരും മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ ഹൈപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം.